ഓക്കെ. ഞാൻ ഫസ്റ്റ് എങ്ങനെയായിരുന്നു പാസ്റ്റ് ടെൻസ് ഉണ്ടാക്കല്? ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, നമുക്ക് പാസ്റ്റ് ടെൻസ് 4 രീതിയിലാണുള്ളത്: നോർമൽ ഫോർമാറ്റ്, ഊ ഫോർമാറ്റ്, ഈ ഫോർമാറ്റ്, യാ ഫോർമാറ്റ്. നമുക്ക് ലോകത്തിൽ എത്ര ആ വേർഡ്സ് എടുത്തു കഴിഞ്ഞാലും ഒരു 80% നോർമൽ ഫോർമാറ്റ് ആയിരിക്കും. അതിന്റെ സ്ട്രക്ചർ ആണ് ആ ഫസ്റ്റത്തെ ഡേ 18. അത് ഓപ്പൺ ആക്കിയില്ലേ? ആ അത് ഞാൻ കോൺജുഗേറ്റ് ചെയ്ത് തരാം, ബാക്കിയൊക്കെ നിങ്ങൾ കോൺജുഗേറ്റ് ചെയ്യണം. കെല്ലം, ആ സംസാരിച്ചു, അവൻ സംസാരിച്ചു. എല്ലാ വേർബിന്റെയും ബേസ് ഫോം അവൻ ചെയ്ത കാര്യമായിരിക്കും. കെല്ലം, അവൻ സംസാരിച്ചു. കെല്ലമത്ത്, ഉം, അവൾ സംസാരിച്ചു. കെല്ലമു. ത്, ഊ, ഉം, താ, തീത്തും, തൂന. അങ്ങനെയായിരുന്നു. നമ്മ താത്തു ഉം. ടെക്നിക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചിരുന്നോ? എന്താണ് താത്തു ടെക്നിക്ക്? ആ അതേപോലെ തന്നെ ത്, ഊ, താ, തീത്തും, തൂന. ത്, ഊ. അപ്പൊ കെല്ലം, അവൻ സംസാരിച്ചു. കെല്ലമത്ത്, അവൾ സംസാരിച്ചു. കെല്ലമു, അവർ സംസാരിച്ചു. കെല്ലംത, നീ സംസാരിച്ചു. ലേഷ് കെല്ലംത്, നീ എന്താ സംസാരിച്ചത്? അതാ കെല്ലംത, നീ സംസാരിച്ചു. അപ്പൊ വേർബ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രയോഗങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. കെല്ലംത, നീ സംസാരിച്ചു. കെല്ലംതി ഫീമെയിൽ ആകുമ്പോൾ കെല്ലംതു, നിങ്ങൾ സംസാരിച്ചു. കെല്ലംതു, ഞാൻ സംസാരിച്ചു. കെല്ലംന, നമ്മൾ സംസാരിച്ചു. ഉം, ഓക്കെ. അപ്പൊ നിങ്ങൾ അടുത്ത ഉം. വേർബ് ഒന്ന് കോൺജുഗേറ്റ് ചെയ്താൽ ഇതുപോലെ. സയൽ, ആ സയലത്ത്, ആ അതിന്റെ വിത്ത് സയലു. മീനിങ് കേട്ടോ. ഓക്കെ. ഏ വിത്ത് മീനിങ് അതിന്റെ അർത്ഥത്തോടെ പറഞ്ഞോളി. അപ്പൊ ഒന്ന്. സയൽ ചോദിച്ചു. ആര് ആര്? സയലത്ത്, സയൽ അവൻ ചോദിച്ചു. അവൻ ചോദിച്ചു. അതെ, അവൻ ചോദിച്ചു. ആ സയലത്ത് അവൾ ചോദിച്ചു. ആ സയലു ആ അവർ ചോദിച്ചു. ആ. സയൽത്ത നീ അയ്യോ. ചോദിച്ചു. ഓക്കെ. സയൽത്തി ഫീമെയിൽ നീ ചോദിച്ചു. സയൽത്തും നിങ്ങൾ ചോദിച്ചു. പിന്നെ സയൽത്ത അല്ല അല്ല അല്ല. സൽത്തു. അയ്യോ. സൽത്ത് ഞാൻ സാരി. ചോദിച്ചു. ആ സൽന നമ്മൾ ചോദിച്ചു. ഓക്കെ. ഞാൻ അവനോട് ചോദിച്ചില്ല എന്നിങ്ങനെ പറയാം. ആ, അനം അനമാ ആ സൽത്തുഹു. ഐവാൻ. ശരിയാണ്. ഒന്ന് 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 റിപ്പീറ്റ് ചെയ്താണി ഒന്നുകൂടി. കറക്റ്റ് ആണ്. ഒന്ന് കോൺഫിഡൻറ്റോടെ പറഞ്ഞോളി. ശരിയാണ്. അനമാ സൽത്തുഹു. അയ്യോ, അനമാസ അൽത്തുഹു. ഞാൻ അവനോട് ചോദിച്ചില്ലേ. ഞാൻ നിന്നോട് ചോദിച്ചില്ലല്ലോ, എങ്ങനെ പറയാ? അനമാ സൽത്തലക്കോ. ലക്ക് വേണ്ട. അനമാ നേരെ അനമാ 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 നിന്നോട് നിന്നോട് നിങ്ങൾ അനമാ തെറ്റൊന്നും സൽ പേടിക്കണ്ട, അത് പറഞ്ഞോടി. അത് തെറ്റാണെങ്കിൽ ഇപ്പൊ എന്താ? പറഞ്ഞോളി. അനമാ സൽത്തക്ക്. അയ്യോ, അനമാസ അൽത്തുക്ക്. അനമാസ അൽത്തുക്ക്, ഞാൻ നിന്നോട് ചോദിച്ചില്ല. അനമാസ അൽത്തുക്ക്, ഞാൻ നിന്നോട് ചോദിച്ചിട്ടില്ല. ഓക്കെ. അടുത്ത പോക്ക്. ഖല്ലസ് ആ അവസാനിപ്പിച്ചു. ആ അവൻ അവസാനിപ്പിച്ചു. ആ ഖല്ലസത്ത് ഹലാസ് അവൾ. രണ്ട് രീതിയിലും. ഹലാസ് പൂർത്തിയായി എന്നൊക്കെ പറയാൻ വേണ്ടി അവസാനിപ്പിച്ചു പറയാം, പൂർത്തിയാക്കി എന്നൊക്കെ പറയാം. പൂർത്തിയായിട്ടുണ്ട്. ആ അങ്ങനെ വെച്ചോളി. ഓക്കെ. ഹല്ലസ് ആ അവസാനിപ്പിച്ചു. ഖൽ- ഖല്ലസത്ത് അവൾ പൂർത്തിയാക്കി. ഓക്കെ. ഖല്ലസു അവർ പൂർത്തിയാക്കി. ഓക്കെ. ഖല്ലസ്ത ഉം. നീ പൂർത്തിയാക്കി. ആ ഖല്ലസ്തി ഫീമെയിൽ നീ പൂർത്തിയാക്കി. ഓക്കെ. ഖല്ലസ്തും ഉം. നിങ്ങൾ പൂർത്തിയാക്കി. ആ ഖല്ലസ്തു ആ ഞാൻ പൂർത്തിയാക്കി. ഖല്ലസ്ന നമ്മൾ പൂർത്തിയാക്കി. ഓക്കെ. ഓക്കെ. ഞാൻ ഞാൻ എന്റെ ജോലി ഇന്ന് നേരത്തെ പൂർത്തിയാക്കി, എങ്ങനെ പറയാം? നേരത്തെ എന്നുള്ളത് ഏർലി എന്നുള്ളത് എന്താ? ബദ്രി. അറിയില്ല. ബദ്രി എന്ന് പറഞ്ഞാൽ ഏർലി. മുത്തഅഖിർ എന്ന് പറഞ്ഞാൽ ബദി. മുത്തഅഖിർ എന്ന് പറഞ്ഞാൽ വൈകിട്ട്, ഡിലേ ആയിട്ട്. ഞാൻ വാട്സപ്പ് നോക്കണേ, വാട്സപ്പിലേക്ക് അയക്കുന്നത്. അപ്പൊ ആ ആ ആ ഉം, ബദ്രി എന്ന് പറഞ്ഞാൽ നേരത്തെ. അപ്പൊ ഞാൻ എന്റെ ജോലി ഇന്ന് നേരത്തെ പൂർത്തിയാക്കി, എങ്ങനെ പറയാം? അന ഖല്ലസ് ഞാൻ എന്റെ ജോലി അല്ല. ഉം. കിട്ടുന്നില്ല. അന ഖല്ലസ്തു ഇവ കറക്റ്റ്. എന്റെ ജോലി. ഹൽ ഉം. ആ, ആ, ഷേർലിനോ. അതന്നെ ഒന്ന് റിപ്പീറ്റ് ചെയ്തന്നെ, ഒന്ന് സ്പീഡിൽ പറഞ്ഞാണ്. അന ഖല്ലസ്തു ഷേർലി ആ ഇന്ന്. ബദരി. ഇന്ന് എന്നുള്ളതിനോ? അല്ലയോ. അല്ലയോ. ആ അതും കൂട്ടി പറഞ്ഞോളി. اليوم أنا خلصت شغلي بدري. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്താണ്. اليوم أنا خلصت شغلي بدري. വലിയ മനഹല്ലി ബദ്രി. ഞാൻ ഇന്ന് എന്റെ ജോലി നേരത്തെ പൂർത്തിയാക്കി. നീ നിന്റെ ഡ്യൂട്ടി പൂർത്തിയാക്കിയോ? ഡ്യൂട്ടിക്ക് എന്താണ്? ദവാം. ദവാം دوا. ദവാം ഡ്യൂട്ടി. നീ നിന്റെ ഡ്യൂട്ടി പൂർത്തിയാക്കിയോ എന്ന് അങ്ങനെ ചോദിക്കാം. أنت خلصت ആ دوام
നിന്റെ ഡ്യൂട്ടി. خل خلصتك പറഞ്ഞോളി. അത് ശരിയാണ്, ശരിയാണ്, തെറ്റ് നോക്കണ്ട, ആട് പറഞ്ഞോളി. أنت أنت خلصتك دوام നിന്റെ ഡ്യൂട്ടി. നിന്റെ നിന്റെ കായല്ലേ വരിക അതെ, കായാണ്. خلصتك അല്ല, ഹല്ലസ്ത് ദവാമ, നിന്റെ ഡ്യൂട്ടി എന്നല്ലേ. أنا خلصت دوامك അയ്യവ, എനിക്ക് ഹല്ലസ്ത് ദവാമ, നീ നിന്റെ ഡ്യൂട്ടി പൂർത്തിയാക്കി. എനിക്ക് ഹല്ലസ്ത് ദവാമക്, നീ നിന്റെ ഡ്യൂട്ടി പൂർത്തിയാക്കി. ഒന്ന് റിപ്പീറ്റ് ചെയ്താണ്. أنت خلصت دوامك ഒന്നുകൂടി. أنت خلصت دوامك ഒന്നുകൂടി. أنت خلصت دوامك ഒന്നുകൂടി. أنت خلصت دوامك അയ്യവ, എനിക്ക് ഹല്ലസ് ദവാമക്, നീ നിന്റെ ഡ്യൂട്ടി പൂർത്തിയാക്കിയോ. അടിപൊളി. ഇനി അടുത്ത വേർബ് ഒന്ന് കോൺജുഗേറ്റ് ചെയ്താണ്. ഫഹിം ആ മനസ്സിലായി. ആ ഫഹിമത് ആ അവൾക്ക് മനസ്സിലായി. അതെ അതെ, കറക്റ്റ്, അവൾക്ക് മനസ്സിലായി. അതെ, അവൾക്ക് മനസ്സിലായി. ഫഹിമു അവർക്ക് മനസ്സിലായി. ഫഹിംത നിനക്ക് മനസ്സിലായി. ഫഹിംതി നിനക്ക് മനസ്സിലായി. ഫഹിംതും നിങ്ങൾക്ക് മനസ്സിലായി. ഫഹിമു എനിക്ക് മനസ്സിലായി. ഫഹിംന നമ്മൾക്ക് മനസ്സിലായി. ഓക്കെ, എനിക്ക് ഇന്നലത്തെ ക്ലാസ് മനസ്സിലായില്ല. أنا ما فهمت أنا ما فهمت أمس فصل أمس. ഒന്നുകൂടി. أنا ما فهمت فصل أمس أنا ما فهمت فصل أمس ഒന്നുകൂടി. أنا ما فهمت فصل أمس أنا ما فهمت فصل أمس أنا ما فهمت فصل أمس. എനിക്ക് ഇന്നലത്തെ ക്ലാസ് എനിക്ക് നിന്റെ സംസാരമൊക്കെ മനസ്സിലായി. എങ്ങനെ പറയാ? സംസാരത്തിന് എന്താ പറയാ? കലാം. എനിക്ക് നിന്റെ സംസാരം മനസ്സിലായി. أنا فهمت كلامك കലാമക്. കല്ലം എന്ന് പറഞ്ഞാൽ അത് വേർബായി മാറി. എനിക്ക് നിന്റെ സംസാരം മനസ്സിലായി. أنا فهمت كلامك. أنا فهمت كلامك. ഓക്കെ, أنا فهمت كلامك. ഓക്കെ. നിങ്ങൾക്ക് മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ എന്നീ ദിവസങ്ങളില് നൈറ്റില് ഒരു 8:30 എന്താ ഡ്യൂട്ടി ഉണ്ടാവലുണ്ടോ? 8:30 അത് ഓരോ ദിവസം രാത്രിയാണ് പറയല് സർ. അതാ ഞാൻ ഡ്യൂട്ടി ഓക്കെ, പ്രശ്നമില്ല. കാരണം എന്താ പറയാ, എന്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവർക്ക് ഒരു പ്രീമിയം കോഴ്സ് വെക്കലുണ്ട് ഞാൻ. അത് മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ എന്നീ ദിവസങ്ങളിൽ 8:30 to 9 o'clock വരെ ഉണ്ടാവുള്ളൂ. സൂമിലൂടെ ക്ലാസ് ഉണ്ടാവുക. അപ്പം നിങ്ങൾ ജസ്റ്റ് ഞാൻ ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്തുകൊണ്ട്, അപ്പൊ നിങ്ങൾക്ക് അതിൽ ലിങ്ക് വരുമ്പോൾ നിങ്ങൾ ഫ്രീ ആണെങ്കിൽ കയറിയാൽ മതി. കാരണം അതൊരു കോമൺ യൂസേജസ് ആണ് അധികം ഫോക്കസ് ചെയ്യുന്നത്. ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവർക്ക് കുറെ പ്രയോഗങ്ങൾ പഠിക്കുന്ന രീതിയിൽ. ഓക്കെ, അപ്പൊ അന്ന് ഞാൻ ആഡ് ചെയ്തുകൊണ്ട് ഞാൻ അടുത്ത പോകും. അടുത്തത് വസ്വൽ. പറഞ്ഞോളി. വസ്വൽ എത്തിച്ചേർന്നു. വസ്വൽത്ത് അവൾ എത്തിച്ചേർന്നു. അവൾ എത്തി. വസ്വലു അവർ എത്തി. വസ്വൽത്ത നീ എത്തി. വസ്വൽത്തി നീ എത്തി. വസ്വൽത്തും നിങ്ങൾ എത്തി. വസ്വൽത്തു ഞാൻ എത്തി. വസ്വൽന നമ്മളെത്തി. ഓക്കെ, നമ്മളെത്തി. ഞാൻ ഇന്ന് ഓഫീസിൽ നേരത്തെ എത്തി. അന്ന വസ്വൽത്തു ഓഫീസ് മക്തബല്ലേ? അന്ന വസ്വൽത്ത് ബദരി. അയ്യോ, അന വസൽത്ത് ഫി മക്തബ് ബദരി. ഞാൻ ഇന്ന് നേരത്തെ ഓഫീസിലെത്തി. അന വസൽത്ത് ഫിൽ മക്തബ് അൽയൗം ബദരി. ഞാൻ ഇന്ന് നേരത്തെ ഓഫീസിൽ എത്തി. ഞാൻ അടുത്ത പോകും. കാത്തിരുന്നു. ഓക്കെ, ഇൻതളർനി കാത്തിരിക്കണം കേട്ടോ. ഇൻതളർനി ഷുവേ, എന്നെ കുറച്ചൊന്ന് കാത്തിരിക്കണേ. അതാണ് ഇൻതളർനി ഹബീബി, ഇൻതളർനി ഇന്നൊന്ന് കാത്തിരിക്കണേ. അതാണ് ആ ഇൻതളർന്ന് കോൺജുഗേറ്റ് ചെയ്താണ്. ഇൻതളറു ഇൻതളർത്ത ഇൻതളർത്തി ഇൻതളർത്തും ഇൻതളർത്തു ഇൻതളർന. ഓക്കെ, അടിപൊളി. അടുത്ത് വരും. അടാ, നീ എന്താ എന്നെ കാത്തിരിക്കാഞ്ഞത്? നീ എന്താ ഇന്നലെ എന്നെ കാത്തിരിക്കാഞ്ഞത്? എങ്ങനെ ചോദിക്കാം? ليش أنت ما في انتظر
انتظرت. ആ അവിടെ മാഫി എന്നല്ല, നമ്മൾ ആദ്യം തന്നെ ബ്രോക്കൺ അറബിക്ക് പഠിച്ചുള്ള പ്രശ്നമാണ്. ലേഷ് ഇൻതളർ എന്ന് കാത്തിരുന്നു, കാത്തിരുന്നില്ല എന്നാവുമ്പോ, കാത്തിരുന്നില്ല آه എന്നാവുമ്പോ ما انتظر. ഒന്നുകൂടി ഒന്നുകൂടി, കാത്തിരുന്നില്ല എന്നാവുമ്പോ ليش ആ ليش أنت ما انتظرت؟ ليش انت ما انتظرت، ليش انت ما انتظرت، ليش انت ما انتظرت. ليش ഉം. مم. ആ ليش أنت ما انتظرت؟ ഓക്കെ. അപ്പൊ മാ ഇൻതളർ, അത് കോൺജുഗേറ്റ് ചെയ്താണ്. മാ ഇൻതളർ, മാ ഇൻതളർ. ما انتظرت. ആ ما انتظرت. سوري، ما انتظرت. ما انتظروا. ما അയവ انتظرت. അയവ. ما അപ്പൊ انتظرت. മാ ما ഇൻതളർത്ത എന്ന് പറഞ്ഞാൽ എന്താ? انتظرت. മൻ തളർത്ത. എന്താ മാ ഇൻതളർത്ത? നീ കാത്തിരിക്കുക. നീ കാത്തിരുന്നില്ല, നെഗറ്റീവ് അല്ലേ? ആ അവിടെ അതിലാണ് ചോദ്യം ഉണ്ടാക്കേണ്ടത്. എന്തുകൊണ്ട് നീ എന്നെ കാത്തിരുന്നില്ല? ليش أنت ما انتظرت؟ ആ എന്നെ എന്നാവുമ്പോ അവിടെ എന്താ കൊടുക്കേണ്ടി അറിയോ? ആ ആ ഇല്ല. നീ എന്ന് കൊടുക്കുക. എന്നെ, നീ. നമ്മുടെ മുമ്പിൽ ഡാൻസിങ് വേർഡ് പഠിച്ചിരുന്നു, ഹു ഹാഹും കാ കീക്കും ഈന. ആ ഡാൻസിങ് വേർഡ് ആ ഇവിടെ വരുമ്പോൾ രണ്ട് രീതിയിൽ ഡാൻസിങ് വേർഡിന്റെ അർത്ഥം ഉണ്ടാവും. ആദ്യം പഠിച്ചു കഴിഞ്ഞാൽ കോംപ്ലിക്കേറ്റ് ആവുമെന്ന് വിചാരിച്ചിട്ടാണ്. ശരിക്ക് ആ ഡാൻസിങ് വേർഡിന്റെ അർത്ഥം അവന്റെ, അവളുടെ, അവരുടെ, നിന്റെ, നിങ്ങളുടെ, എന്റെ, നമ്മുടെ എന്നാണ്. ആ ഡാൻസിങ് വേർഡ് ആ നൗന്റെ കൂടെ വരിക. അപ്പൊ അവന്റെ ഓഫീസ് മക്തബുഹു, അവന്റെ മാനേജർ മുദീറുഹു, അവന്റെ പേര് ഇസ്മുഹു. ഇത് വേർബിന്റെ കൂടെ വരുമ്പോ അവനെ, അവളെ, ആ നിന്നെ, ഉം, എന്നെ എന്നൊക്കെ വരും. ഒരു ഉദാഹരണത്തിന്, ഞാൻ അവനെ കാത്തിരുന്നു. ഇൻതളർത്തുഹു, ഞാൻ അവനെ കാത്തിരുന്നു. മാ ഇൻതളർത്തുഹു, ഞാൻ അവനെ കാത്തിരുന്നില്ല. ഇൻതളർത്തുക് ഹബീബി, ഞാൻ നിന്നെ കാത്തിരുന്നു. അനന്തളർത്തുക് ഹെന മറ, ഞാൻ ഒരുപാട് നേരമായി നിന്നെ അവിടെ കാത്തിക്കണ്. അടാ ഇൻതളർത്തുക്, ഡാൻസിങ് വേർഡ് മനസ്സിലായോ? നിന്നെ, അവനെന്നൊക്കെ പറയുന്നത്. ആ ആ ആ ആ അപ്പൊ അതുപോലെ നീ എന്നെ എന്തുകൊണ്ട് കാത്തിരുന്നില്ല എന്നങ്ങനെ പറയാം? ليش أنت ما انتظرني؟ ലേശ് എന്ത്? انتظر. ആ ليش أنت ما انتظرني ആണോ? انتظرتني ليش انت ما തനി انتظرتني، ليش انت ما انتظرتني. انتظرتني. ايوه ليش انت ما ആ انتظرتني, നീ എന്താ എന്നെ കാത്തിരിക്കാഞ്ഞത്? ليش انت ما انتظرتني, നീ എന്താ എന്നെ കാത്തിരിക്കാഞ്ഞത്. ഓക്കെ, മാ انتظر. അടിപൊളി. ഇനി അടുത്ത വേർബ്. ഇർസൽ അർസൽ, അയക്കുക. അയക്കുക. അർസലത്ത്. ആ അർസലു. അയവ. അർസൽത്ത. ആ അർസൽത്തി. അർസൽത്തും. അർസൽത്തു. അർസൽന. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ മെസ്സേജ് അയച്ചു എന്നെങ്ങനെ പറയാം? അന അർസൽത്തു. ആ മെസ്സേജിന് എന്താ ഞാൻ പറയാ? റിസാലാണ്, റിസാല. ഞാൻ അവനക്ക് മെസ്സേജ് അയച്ചു എന്നെങ്ങനെ പറയാം? അന അർസൽത്തു റിസാല. ആ അവനക്ക് എന്നോ അല്ലെ? ആ ആ അന അന ഇർസൽത്തു ലക്കോ. ഇല്ല ഇല്ല, അല്ല. അർസൽത്തുഹു, അതെന്നെ കണക്ട് ചെയ്യണം. അർസൽത്തുഹു, അനർസൽത്തുഹു റിസാല. അന അർസൽത്തു റിസാല. ഒന്നുകൂടി ഒന്നുകൂടി അന അർസൽത്തു റിസാല. ഒന്നുകൂടി. അന അർസൽത്തുഹു റിസാല. ഒന്നുകൂടി. അന അർസൽത്തുഹു റിസാല. ഓക്കെ, ഞാൻ അവന് മെസ്സേജ് അയച്ചില്ല എന്നങ്ങനെ പറയാം? അന മാ അർസൽത്തുഹു റിസാല. ഒന്നുകൂടി. അന മാ അർസൽത്തുഹു റിസാല. അയവ, അർസൽത്തുഹു റിസാല. ഞാൻ അടുത്ത വേർബ്. ഫക്കർ ചിന്തിക്ക. ഉം ഫക്കർ ഫക്കറത്ത്. ഉം. ഫക്കറു. ഫക്കർത്ത. ഫക്കർത്തി. ഫക്കർത്തും. ഫക്കർത്തു. ഫക്കർന. ഫക്കർത്തു, ഫക്കർന. ഫക്കർന. ഞാൻ നിന്നെ പറ്റി ഇന്നലെ ചിന്തിച്ചിരുന്നു. അന അംസ് ഫക്കർത്തുഹു. അവനെ എന്നല്ലേ ഫക്കർത്തുക്കോ. ഞാൻ നിന്നെ അന പറ്റി ഇന്നലെ ഫക്കർ ചിന്തിച്ചിരുന്നു. ഹഗ്ഗുക്കോ. അന ഫക്കർത്തുക് അംസ്. അന ഫക്കർത്തുക് അംസ്. ഒന്നുകൂടി. അന ഫക്കർത്തുക് അംസ്. ഞാൻ നിന്നെ പറ്റി ചിന്തിച്ചില്ല. അന മാ ഫക്കർത്തുക് അംസ്. ഒന്നുകൂടി. അന മാ ഫക്കർത്തുക് അംസ്. ഓക്കെ, അടുത്ത വേർബ്. ജലസ് ജലസ്. ജലസത്. ജലസു. ജലസ്ത. ജലസ്തി. ജലസ്തും. ആ ജലസ്തു. ജലസ്ന. ഒന്നുകൂടി. ഓക്കെ. ജലസത്. ജലസു. ജലസ്ത. ജലസ്തി. ജലസ്തും.
ജലസ്തു ജലസ്ന. അപ്പൊ ഓക്കെ. ഇജ്ലിസ് എപ്പോഴാ വരിക സർ? അത് ഇജ്ലിസ് എന്നുള്ളത് ശരിക്ക് നമ്മൾ ഏതൊരു വേർബിന്റെയും തൊട്ട് മുന്നേ ഒന്നില്ലെങ്കിൽ ഈ എന്ന് ചേർത്തി കഴിഞ്ഞാൽ നീ ചെയ്യ് എന്നുള്ള കാര്യമായിരിക്കും ഇജ്ലിസ്. അത് ഉം, രണ്ടക്ഷരത്തിന്റെ മുകളിലുള്ളാവുമ്പോ കേട്ടോ, രണ്ടക്ഷരത്തിന്റെ ഉം, മുകളിലുള്ളാവുമ്പോഴാണ് ഇജ്ലിസ്. അതുപോലെ തന്നെ ഉം. അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ വരും. ഓക്കെ. ഉം. ഒരു 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 ജസ്റ്റ് ഒരു വേർബ് നമുക്ക് ജസ്റ്റ് ഒന്ന് കോൺജുഗേറ്റ് ചെയ്ത് വെക്കാം. ഏതാണ് ഇപ്പൊ വേർബ്? ആ, നീ നീ അയക്ക് എന്ന് പറയുമ്പോ എങ്ങനെ എങ്ങനെ പറയാ? നീ അയച്ചു എന്നാ? ആ ആ, നീ അയക്ക്. നമ്മൾ ഒരു ഓർഡർ കൊടുക്കൂലേ, ഇജ്ലിസ് നീ ഇരിക്ക്. ഇജ്ലിസ് മുംകിൻ ഇജ്ലിസ് നിങ്ങൾ ഇരിക്കോ എന്നുള്ളതാണ്. ശരിക്കും ഇജ്ലിസ് എന്ന് പറഞ്ഞാൽ ഇരിക്ക് എന്നാണ്. മുംകിൻ ഇജ്ലിസ് പറഞ്ഞാൽ നീ ഇരിക്കോ എന്നുള്ളതാണ്. ഇർസൽ എന്നാണോ? അതെ, അർസിൽ 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 നീ അയക്ക്, അർസിൽ നീ അയക്ക്. ഓക്കെ. അർസ്. ഇഷ്രിബ് നീ കുടിക്ക്, ഇഷ്രിബ് നീ കുടിക്ക്, ഷെരീബ് കുടിച്ചു, ഇഷ്രിബ് നീ കുടിക്ക്. ഞാൻ അടുത്ത വേർബ് ഒന്ന് കോൺജുഗേറ്റ് ചെയ്താണ് ജലസ്. ഇജ്ലിസ് ഉം. നീ ഇരിക്ക്. ആ ജലസത് ജലസ് ജലസത്ത്. ജലസു ജലസ്ത ജലസ്തി ജലസ്തും ജലസ്തു ജലസ്ന. ഓക്കെ, അടുത്ത് ഷെരീബ്. ഷരിബ് ഉം. ഷരിബത്ത് ഷരിബു ഷരിബ്ത ഷരിബ്തു ഷരിബ്തു ഷരിബ്ന. ആ, നിങ്ങൾ നിങ്ങൾ ജ്യൂസ് കുടിച്ചോ അങ്ങനെ ചോദിക്കാം. ജ്യൂസിന് എന്താ പറയാ? അസീർ. അസീർ. ആ, നിങ്ങൾ ജ്യൂസ് കുടിച്ചോ അങ്ങനെ ചോദിക്കാം. അന്ത ഷരിബ്തും അസീർ. ഒന്നുകൂടി. അന്ത ഷരിബ്തും അസീർ. അയ്യോ, എന്തും ഷെരീബ്തും അസീർ, നിങ്ങൾ ജ്യൂസ് കുടിച്ചോ? ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. أنا ما أكلت فطور. ഒന്നുകൂടി. أنا ما أكلت فطور. അയ്യോ, അനമ അക്കൽത്ത് ഫുത്തൂർ ഇല്ലയോം, ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അനമ അക്കൽത്ത് ഫുത്തൂർ ഇല്ലയോം, ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ഓക്കെ, ഇനി അടുത്ത ഊ ഫോർമാറ്റിലേക്ക് വരാം. അതൊന്ന് കോൺജുഗേറ്റ് ചെയ്താണ്. ഊ ഫോർമാറ്റ്. ഫോർമാറ്റ്. കാല. കാൽ. കാൽ. കാലത്ത് കാലു. കുൽത്ത കുൽത്തി ഗുൽത്തും അയ്യോ. ഗുൽത്തു ഗുൽന. ഓക്കെ ഓക്കെ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഞാൻ അവരോട് പറഞ്ഞു. അന ഗുൽത്തു ഹു. അന ഗുൽത്തു ഹു. അയ്യോ, ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്താണ്. അനഗുൽത്തു. അന ഗുൽത്തു ഹു. ഒന്നുകൂടി. അന ഗുൽത്തു ഹു. ആ, ഞാൻ എന്നോട് പറഞ്ഞു. എന്നോട് പറഞ്ഞു എന്നാ? നിന്നോട് ഞാൻ നിന്നോട് പറഞ്ഞു. അന അന ഗുൽത്തുക്. അയ്യോ, ഞാൻ എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞു? എത്ര പ്രാവശ്യം എന്ന് മറ വേണ്ട? ഗുൽത്തുക്. ഏഹ് അന കം മറ ഗുൽത്തുക്. അയ്യോ, അന കമ്മറ ഗൽത്തക് ഹബീബി, കമ്മറ ഗൽത്തക്, എത്ര പ്രാവശ്യം ഞാൻ എന്നോട് പറഞ്ഞു? അപ്പം ഗുൽത്തു എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു. ഞാൻ അടുത്ത വേർഡ്. റാഹ. റാ. പോയി. പോയി. റാഹത്ത്. ഉം. റാഹത്ത് ഉം. അവൾ പറഞ്ഞു. റാഹു അവർ പറഞ്ഞു. പറഞ്ഞു എന്നല്ല, പോയി. സോറി. റാഹത്ത് പോയി, ഉം. അവൾ പോയി. റാഹു ഉം. അവർ പോയി. അയ്യോ. റുഹ്ത നീ പോയി. അയ്യോ. റുഹ്തി നീ പോയി. ആ. റുഹ്തും നിങ്ങൾ പോയി. ആ. റുഹ്തു ഞാൻ പോയി. റുഹ്ന നമ്മൾ പോയി. ഓക്കെ, അടുത്തത്. അപ്പം ഞാൻ ഇന്നലെ ഓഫീസിലേക്ക് പോയില്ല. അനമാ റുഹ്തു ഇലൽ മക്തബ്. ഇന്നലെ. അംസ്. അന അംസ് മാ റുഹ് ഇലൽ മക്തബ്. ഓക്കെ. നീ എന്തിനാ ഓഫീസിലേക്ക് പോയത്? ليش أنت رحت إلى المكتب؟ അയ്യോ, ലൈഷ് അൻത റഹ്ത അൽ മക്തബ്. അടിപൊളി. അടുത്ത് കാൻ കോൺജുഗേറ്റ് ചെയ്ത്. കാന ആയിരുന്നു. ആയിരുന്നു. കാനത്ത്. കാനത്തിന് അവളായിരുന്നു. അതെ, കാനന ആയിരുന്നു, അവനായിരുന്നു. അവനായിരുന്നു. കാനത്ത് അവളായിരുന്നു. കാനു അവർ ആയിരുന്നു.
കുൻ വേണോ കുൻത എന്നാണോ സർ? കിൻത കുന്ത കുന്ത കിൻത കുൻത നീ നീ ആയിരുന്നു. ആ കിൻതി നീ ആയിരുന്നു. കുൻതും നിങ്ങൾ ആയിരുന്നു. കുൻതു ഞാനായിരുന്നു. കുന്ന എന്നാണോ? ആ കുന്ന നമ്മളായിരുന്നു. എങ്ങനെ നമ്മളായിരുന്നു എന്നുള്ള കുന്ന ഇങ്ങനെ ചേർക്ക. കാനൊന്നുകൂടി കോൺജുഗേറ്റ് ചെയ്താണ് കാനൊന്നുകൂടി കോൺജുഗേറ്റ് ചെയ്താണ് കാന അവനായിരുന്നു. കാനത്ത് അവളായിരുന്നു. കാനു അവർ ആയിരുന്നു. കുൻത നീ ആയിരുന്നു. കുൻതി നീ ആയിരുന്നു. കുൻതും നിങ്ങളായിരുന്നു. കുൻതു ഞാനായിരുന്നു. കുന്ന നമ്മളായിരുന്നു. ആ നമ്മളായിരുന്നു. അപ്പൊ ഞാൻ ഇന്നലെ ഓഫീസിലായിരുന്നു എന്നെങ്ങനെ പറയാ? അംസ് അന അംസ് കാന ഞാനായിരുന്നു في ഞാനായിരുന്നു مكتب. أنا أمس أنا أمس كنت ആ إلى المكتب. في ഓഫീസിൽ مكتب. ഒന്നുകൂടി في- ഒന്നുകൂടി أنا أمس كنت في مكتب. അംസ് അന കുന്തു في مكتب. ഒന്നുകൂടി أنا أمس أنا كنت في مكتب. അയ്യോ അംസ് അന കുന്തു ഫി മക്തബ് അംസ് അന കുന്തു ഫി മക്തബ് ഞാൻ ഇന്നലെ ഓഫീസിലായിരുന്നു. ഇന്നലെ നീ എവിടെയായിരുന്നു എങ്ങനെ ചോദിക്കുക? وين أنت أمس؟ سوري وين ആ كنت أمس. വെയിൻ കിന്ത് അംസ് ഒന്നുകൂടി وين كنت أمس؟ വെയിൻ കിന്ത് അംസ് നീ എവിടെയായിരുന്നു? നീ ഇന്നലെ എവിടെയായിരുന്നു? വെയിൻ കുന്ത് അംസ് നീ ഇന്നലെ എവിടെയായിരുന്നു? ഓക്കെ ഞാൻ ഇന്നലെ എന്റെ വീട്ടിലായിരുന്നു. أنا كنت في بيت. أنا أمس أمس أنا كنت في بيت. അയ്വ ഫി ബൈത്തി. في بيتي. ഓക്കെ അടുത്ത വേർബ് شاف ഷാ കണ്ടു. അയ്വ ഷാഫത്ത് അവൾ കണ്ടു. ഷാഫു അവർ കണ്ടു. ഷുഫ്ത നീ കണ്ടു. ഷുഫ്തി നീ കണ്ടു. ഷുഫ്തും നിങ്ങൾ കണ്ടു. ഷുഫ്തു ഞാൻ കണ്ടു. ഷുഫ്ന നമ്മൾ കണ്ടു. ഞാൻ കണ്ടില്ല. അനമാ ഷുഫ്തു. ഒന്നുകൂടി പറഞ്ഞോക്കി. അനമാ ഷുഫ്തു. എല്ലാം പറയണോ? എന്ത് സർ? മാഷാഫത്ത് മാഷാഫു മാ ഷുഫ്ത മാ ഷുഫ്തി മാ ഷുഫ്തും മാ ഷുഫ്തു മാ ഷുഫ്ന. ഓക്കെ ഞാൻ ഇന്നലെ നിന്നെ കണ്ടില്ലല്ലോ. അനമാ ഷുഫ്തുക്. അനമാ ഷുഫ്തുക് അംസ്. ഒന്നുകൂടി. അനമാ ഷുഫ്തുക് അംസ്. ഓഫീസിൽ أنا ما شفتك في مكتب. أمس أنا ما شفتك في مكتب. ഓക്കെ അംസ് മാ ഷുഫ്തക് ഫി മക്തബ്. അംസ് അന മാ ഷുഫ്തക് ഫി മക്തബ് അംസ് അല്ലെങ്കിൽ അംസ് മാ ഷുഫ്തക് അംസ് ഞാൻ ഇന്നലെ കണ്ടില്ല. നീ എന്നെ ഇന്നലെ കണ്ടിരുന്നോ? അംസ് أنت شوف أنا സോറി എന്നെ കണ്ടിരുന്നു അല്ല. നീ കണ്ടു. നീ കണ്ടോ? നീ എന്നെ കണ്ടിരുന്നോ വെച്ചാൽ നീ എന്നെ ഇന്നലെ കണ്ടോ എന്നുള്ളതാ. أمس أنت شفت في مكتب. എന്നെ എന്നുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞിരുന്ന ഒരു കാര്യം. ഷുഫ്തിയാണോ? شفتني انت شفتني امس. أمس شفتني أمس. ايوه امس انت شفتني. നീ ഇന്നലെ എന്നെ കണ്ടിരുന്നോ? ഇല്ല ഞാൻ ഇന്നലെ നിന്നെ കണ്ടില്ല. لا أنا ما شفتك. ايوه امس انا ما شفتك. امس انا ما شفتك. أمس أنا ما شفتك. امس انا ما شفتك. امس انا ما شفتك ഞാൻ ഇന്നലെ നിന്നെ കണ്ടില്ല. ഓക്കെ അടിപൊളി. അടുത്ത വേർബ് കാമ എഴുന്നേറ്റു. ഘാമത്ത് അവൾ എഴുന്നേറ്റു. ഘാമു അവർ എഴുന്നേറ്റു. ഘുംത നീ എഴുന്നേറ്റു. ഗുംതി ഗുംതും ഗുംതു ഗുംന. ഓക്കെ അടുത്ത വേർബ്
വെർബ് ഇനി അതില് ഏതാ? അല്ല, ഈ ഫോർമാറ്റിന്റെ വേർബ് ഓ ഫോർമാറ്റ് ഈ ഓക്കെ. format. ഈ ഫോർമാറ്റ് ബാ. ബാ ആ വിറ്റു. ആ വിറ്റു. ബാഅത്ത് ഉം, അവൾ വിറ്റു. ഉം, ബാഉ ഉം, അവർ വിറ്റു. ഉം. ബിഴ്ത്ത നീ ബിഅത്ത. വിറ്റു. അയ്വ. ബിഴ്ത്തി നീ അയ്യോ. വിറ്റു. ബിഴ്ത്തും നിങ്ങൾ വിറ്റു. ബിഴ്ത്തു ഞാൻ വിറ്റു. ബിഴ്ന നമ്മൾ വിറ്റു. ഓക്കെ, അടുത്ത വേർബ് സാർ. സാറ പോയി. ഉം. സാറത്ത് പോയി എന്നുള്ള രണ്ട് സാറു. വേർബ് ഉണ്ട് കേട്ടോ. റാഹ ഉപയോഗിക്കും, സാർ ഉപയോഗിക്കും. യു എയിൽ അധികം സാറ ഉപയോഗിക്കുന്നത്. വെയിൻ സിർത്ത് നീ എവിടുക്കാ പോയത്. ഓക്കെ, വെയിൻ സീർ നീ എവിടുക്കാ പോകുന്നത്. അത് പ്രസന്റ് നമുക്ക് എത്തുമ്പോൾ അതിലേക്ക് നോക്കാം. ഓക്കെ, ഇത് എപ്പോഴാ ഈ യൂസ് ചെയ്യാ? അതങ്ങനെ ഇല്ലല്ലേ? ഇത് ഇങ്ങനെ തന്നെ ബൈ ഹാർട്ട് ചെയ്യേണ്ടി വരില്ലേ? ഇങ്ങനെ തന്നെ ബൈ ഹാർട്ട് ചെയ്യണം. ഇത് ഈ ഫോർമാറ്റ് അതിന് അത് ഏറ്റവും കൂടുതൽ വരുന്ന വേർബാണ് ഞാൻ ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു 300 വേർബ്സ് ഞാൻ അയച്ചു തരാം. അത് നമുക്ക് കോൺജുഗേറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ. സാറ സാറത്ത് സാറു. സിർത്ത സിർത്തി സിർത്തും സിർത്തു സിർന. ഓക്കെ, അടുത്ത ജാബ്. ജാബ ജാബത്ത് ജാബു. ജിബ്ത. ജീപ്ത ജിപ്തി ജിപ്തും ജിപ്തു ജിബ്ന. ഓക്കെ, അടുത്ത് സ്വാറ സംഭവിച്ചു. സ്വാറത്ത് സ്വാറു. സ്വിർത്ത സ്വിർത്തി സ്വിർത്തും സിർത്തു സിർന. ഓക്കെ, അടുത്ത് നാമ നാമത്ത് നാമു. നിംത നിംതി നിംതു നിംതു നിംന. ഓക്കെ, യാ ഫോർമാറ്റ്. ഇഷ്തരി ഇഷ്തറ ഇഷ്തറ. ഇഷ്തറത്ത് അവൾ വാങ്ങി. ഇഷ്തരു യഷ്തരി. ഇഷ്തറൈത. അല്ലല്ല, ഇഷ്തറൈത ഇഷ്തറൈതി ഇഷ്തറൈത്തും ഇഷ്തറൈതു ഇഷ്തറൈന. ഓക്കെ, ഞാൻ ഫ്രൂട്ട്സ് വാങ്ങിയില്ല. അനമ ഇഷ്തറൈതു. ഫ്രൂട്ട്സ്. ഫ്രൂട്ട്സ് എന്താ പറയാ അറിയില്ല. ഇഷ്തറൈതു. ഫവാക്കി. ഫവാക്കി ഫവാക്കി എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സ്. അനമ ഇഷ്തറൈതു ഫവാക്കി. എങ്ങനെ? ഫവാക്കി ഫവാക്കിയോ? ഫവാക്കി ഞാൻ വാട്സപ്പിൽ അയക്കാം. ഫവാക്കി ഫവാക്കി ഫ്രൂട്ട്സ്. ഞാൻ ഫ്രൂട്ട്സ് വാങ്ങിയില്ല. ഫവാക്കി. അനമ ഇഷ്തറൈതു ഫവാക്കി. അനമ ഇഷ്തറൈതു ഫവാക്കി. അടുത്ത വേർബ് ഇഷ്തറ കഴിഞ്ഞിട്ടുള്ള വേർബ് റമ. റമ. അല്ല, റമ. റമത്ത് റമത്ത് റമു. റമൈത റമൈതി റമൈത്തും റമൈതു റമൈന. റമൈത്തു റമൈന. അപ്പൊ ഇപ്പൊ ജസ്റ്റ് ഒരു ഐഡിയ കിട്ടില്ല എങ്ങനെ ഫോർമാറ്റ് ഈ ഫോർമാറ്റ്. വലിയ മൂന്നക്ഷരത്തിന്റെ മുകളിലുള്ളതൊക്കെ നോർമൽ ഫോർമാറ്റ് ആയിരിക്കും. അതാണ് 80%. അപ്പൊ നമുക്ക് വേർബ് കിട്ടിയാൽ മതി. എന്നിട്ട് നമുക്ക് ജസ്റ്റ് കോൺജുഗേറ്റ് ചെയ്താൽ മതി. താത്തു ടെക്നിക്ക് മുമ്പ് പറഞ്ഞിരുന്നു, അതുപോലെ ചെയ്താൽ മതി. ഫോർമാറ്റ് നിങ്ങൾക്ക് മനസ്സിലായി. ആകെ വരുന്ന ഒരു 5 ഏറ്റവും കൂടുതൽ വരുന്ന 5 വേർബ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഷാഫ് റാഹ് ഗാൽ ഗാം കാൻ. ഇത് കൃത്യമായിട്ട് പഠിക്കാം. പിന്നെ ഈ ഫോർമാറ്റും ചുരുക്കാ വരിക. യാ ഫോർമാറ്റും വളരെ ചുരുക്കമായിരിക്കും. അപ്പൊ എന്നാലും ഇതിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കിയിരിക്കാം. രണ്ടക്ഷരം വരുന്നതൊക്കെ ഒന്നില്ലെങ്കിൽ ഓ ഫോർമാറ്റ്, അല്ലെ ഈ ഫോർമാറ്റ്, അല്ലെ യാ ഫോർമാറ്റ്. യാ ഫോർമാറ്റിന്റെ പ്രത്യേകത ഏതൊരു വെർബിന്റെയും ലാസ്റ്റിൽ ആന്ന വരിക. ഉദാഹരണത്തിന് റമ എറിഞ്ഞു, ഇഷ്തറ വാങ്ങി, ദഗ്ഗ ഉണ്ടോ, ദഗ്ഗ ബക റദ്ദ. അപ്പൊ ഞാൻ മറുപടി നൽകി. റദ്ദ എന്ന് പറഞ്ഞാൽ റദ്ദൈത്ത്. അനറദ്ദൈത്ത് ഞാൻ മറുപടി നൽകി. അനമറദ്ദൈത്ത് ഞാൻ മറുപടി നൽകില്ല. ഞാൻ ഇന്നലെ അവൻക്ക് മറുപടി നൽകില്ല, കാരണം ഞാൻ ഓഫീസിലായിരുന്നു. കാരണം എന്താ പറയാ? അഷാൻ. അഷാൻ അഷാൻ എന്നൊക്കെ അറബികൾ ഉപയോഗിക്കുന്നത്. അഷാൻ കാരണം മിൻഷാൻ ഉപയോഗിക്കാം. മിൻഷാൻ എന്ന് പറഞ്ഞാൽ ഒന്നിന്റെ റീസൺ പറയാൻ വേണ്ടിയിട്ടാണ്. അഷാൻ എന്ന് പറഞ്ഞാൽ ബിക്കോസ് ആണ്. മറ്റത് ഡ്യൂ ടു, അതിന് വേണ്ടി. ഒരു ഉദാഹരണത്തിന് എന്താ പറയാ? അന റൊഹ്തു മോൾ മിൻഷാൻ ഇഷ്തരി ഉണ്ടോ. മിൻഷാൻ ഇഷ്തരി വാങ്ങാൻ വേണ്ടി. മിൻഷാൻ ഇഷ്തരി ഫവാക്കി ഞാൻ ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടി ഞാൻ മോളിലേക്ക് പോയി. അന റൊഹ്തു അംസ് ഇലൽ മോൾ മിൻഷാൻ ഇഷ്തരി ഉണ്ടോ. വേണ്ടി, ഒരു കാര്യം ചെയ്യാൻ വേണ്ടി. അന്ന് എന്താ പറയാ? അന്ന്
അന്ന് എങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ ചോദിക്കുമ്പോ അന്ന് ദാക്കല്യോം ദാക്കല്യോം ദാ ദ- ദാക്കല്യോം. ഹിന എന്ന് പറഞ്ഞാൽ ഇവിടെ, ഹിനാക്ക് അവിടെ. ഇതാ എന്ന് പറഞ്ഞാൽ ഇത് എന്ന് പറയാം, ദാക്ക് എന്ന് പറഞ്ഞാൽ അത് എന്ന് പറയാം. അപ്പൊ ദാക്കല്യോം ആ ദിവസം, ദാക്കല്യോം. ഓക്കെ. ഓക്കെ ഓക്കെ അപ്പം അഷാൻ എന്ന് പറഞ്ഞാല് ബിക്കോസ് ഞാൻ ഒന്ന് പറഞ്ഞു നോക്കി. ഞാൻ ഇന്നലെ ഓഫീസിലേക്ക് ഞാൻ എന്താ പറഞ്ഞു ചോദിച്ചത്? കാരണം എന്തോ പറഞ്ഞു ഇത് വാങ്ങാൻ ആ പോയി ഞാൻ ഞാൻ അവന് റിപ്ലൈ മറുപടി തരാൻ വൈകി ഞാൻ അവന് മറുപടി നൽകിയില്ല, കാരണം ഞാൻ ഓഫീസിലായിരുന്നു. എങ്ങനെ പറയാം? أنا ما رديت أمس അയവ, ഞാൻ അവർക്ക് മറുപടി عشان നൽകിയില്ല. أنا ما رديته അയവ, أمس مشان അഷാൻ عشان ഞാൻ أنا ഓഫീസിലായിരുന്നു. موجود في المكتب അല്ല, ഞാൻ ആയിരുന്നു. أنا ആയിരുന്നു كنت അയവ أنا കുൻതു. كنت في അത് ഈ കുൻതു എപ്പോഴും ഉപയോഗിക്കേണ്ട സാധനം. കുൻതു ഞാനായിരുന്നു. നീ എവിടെയായിരുന്നു? കുൻത. ത തു ത തു അതെപ്പോഴും മനസ്സിൽ വേണം. അപ്പൊ കുൻതു ഞാനായിരുന്നു. അപ്പൊ ഞാൻ ഇന്നലെ ഓഫീസിലായിരുന്നു. أنا كنت في مكتب ഇന്നലെ. أمس أنا كنت في مكتب ഓക്കെ ഓക്കെ. നീ എപ്പോഴാ ഇവിടെ എത്തിയത്? നമ്മള് കസ്റ്റമർ ക്ലൈന്റ് ഒക്കെ വരുമ്പോ നിങ്ങൾ എപ്പോഴാണ് ഇപ്പം കേരളത്തിലെത്തിയത് എങ്ങനെ ചോദിക്കാം? നിങ്ങൾ എപ്പോഴാണ് കേരളത്തിലെത്തിയത്? أنت متى أنت اتينا وصل لا ഉം. متى أنت وصلت ആ കേരളത്തിൽ. في كيرلا അയ്യവ മറ്റ വസൽ ഫിക്കേരള. അവിടെ വസൽ എന്ന് വേണ്ട, ശബ്ദ കൂട്ടി വേണം. വസൽ വസൽ എന്ന് മതി. മറ്റ വസൽത്ത്. وصل മറ്റ വസൽത്ത് متى وصلت في كيرلا മറ്റ വസൽ ഫിക്കേരള. എപ്പോഴാണ് നിങ്ങൾ കേരളത്തിലെത്തിയത്? ഞങ്ങൾ ഇന്നലെ എത്തിയത്. ഞങ്ങൾ ഇന്നലെയാണ് കേരളത്തിലെത്തിയത്. അങ്ങനെ ചോദിക്കാൻ പറയാം, ഞങ്ങൾ ഇന്നലെ കേരളത്തിലെത്തിയത്. احنا ആ احنا أمس وصلنا അയ്യോ, അംസ് വസൽന ഫിൽ കേരള. അഹന അംസ് വസൽന ഫി കേരള. നമ്മൾ ഇന്നലെയാണ് കേരളത്തിലെത്തിയത്. احنا أمس وصلنا في كيرلا ഓക്കെ. അപ്പം ഈ പാസ്റ്റ് ടെൻസ് ഒക്കെ ഓക്കെ ആയില്ലേ? ഓ ഫോർമാറ്റ്, ഈ ഫോർമാറ്റ്, ആ ഫോർമാറ്റ്. ഇനി ഒരു 300ഓളം വേർബ് ഞാൻ ഒന്ന് അയച്ചു തരാം. അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഫ്രീ ഉള്ള സമയത്ത് ജസ്റ്റ് അത് നിങ്ങൾക്ക് അറിയുന്ന ആവശ്യമുള്ള കുറച്ച് വേർബ്സ് ഉണ്ടാവും, അത് മനസ്സിലാക്കിയിട്ട് അതെന്ത് ചെയ്യുക, അത് ബൈഹാർട്ട് ആക്കി വെക്കുക. എന്നിട്ട് അത് നിങ്ങൾ തന്നെ കോൺജുഗേറ്റ് ചെയ്ത് നോക്കുക. ഒരു ഉദാഹരണത്തിന് ഞാൻ അയക്കുന്നുണ്ട് ആ വേർബ്സ്. അപ്പം എന്നിട്ട് എന്ത് ചെയ്യുക, അത് കോൺജുഗേറ്റ് ചെയ്യുക. പോവാനായില്ലേ? ഓക്കെ ഓക്കെ. ഞാൻ വേർബ്സ് ഒന്ന് അയച്ചു, ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കി. അതിൽ കുറച്ച് വേർബ്സ് അതിൽ ഈ ഫോർമാറ്റിന് ഈ നിട്ടുണ്ടാവും, വൈ ഫോർമാറ്റിന് വൈ നിട്ടുണ്ടാവും. സൈഡിലുണ്ടാവും. അറബിയിലാട്ടോ, അറബിന്റെ സൈഡിലാണ് നോക്കേണ്ടത്. ഇംഗ്ലീഷിന്റെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്യുക, അതിലുള്ളത് കോൺജുഗേറ്റ് ചെയ്ത് പഠിച്ചാൽ മതി. അപ്പൊ ഏകദേശം കാര്യം വേർബ് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തി. എന്താ രേഖപ്പെടുത്താന്നല്ലേ? ആ ഫസ്റ്റത്തെ പേജിന്റെ ലാസ്റ്റ് നോക്കി. സജ്ജൽ. അപ്പം ഞാന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളെ പേര് രേഖപ്പെടുത്തിയിട്ട് എങ്ങനെ പറയാം? പേരിനെന്താ പറയാ? ഓക്കെ, ഞാൻ നിങ്ങളെ പേര് രേഖപ്പെടുത്തി എങ്ങനെ പറയാം? അയ്യോ, അനസജ്ജൽതു ഇസ്മക്. അതിങ്ങനെ തന്നെ. ഇങ്ങനെ ഓരോ വേർബ്സ്. സവ്വി എന്ന് പറഞ്ഞാ ചെയ്തു. ഞാൻ ചെയ്തു എന്നുള്ളത് എന്താ? നിങ്ങൾ ചെയ്തോ? നിങ്ങൾ ഇന്ന് എക്സസൈസ് ചെയ്തോ അങ്ങനെ ചോദിക്കാം. اليوم أنت سويت تمرين؟ أيوة اليوم أنت سويت تمرين. നിങ്ങൾ ഇന്ന് എക്സസൈസ് ചെയ്തോ? അപ്പൊ ഈ സവ്വൈതു സവ്വൈത അതൊക്കെ പഠിക്കാം. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് പ്രസന്റ് നോക്കാം. ഓക്കെ ഓക്കെ.
ഇപ്പം പാസ്റ്റ് ടെൻസ് ഓക്കെ അല്ലേ, ഇനി പ്രസന്റ് കൂടി കിട്ടി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊക്കെ ആ ഓക്കെയാണ്. ഇപ്പൊ ചെറിയൊരു ഐഡിയ ആ കിട്ടിയിട്ടുണ്ടാവും മൊത്തത്തില് ആ അല്ലേ? കിട്ടി കിട്ടി. എങ്ങനെ വേർബ് ആ ഈ വേർബ് ഞാൻ അയച്ചെന്ന വേർബ് ജസ്റ്റ് നിങ്ങൾക്ക് ആവശ്യമുള്ള വേർബ് മാത്രം കളക്ട് ചെയ്യുക, അത് കോൺജുഗേറ്റ് ചെയ്യുക. അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം, അപ്പൊ ഞാൻ ആ കോൺജുഗേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഓക്കെ ഓക്കെ ഓക്കെ, ഇൻഷാല്ലാ. ആ ഓക്കെ. ഇനി സമയമായി. നാളെ തൊട്ട് ഒരാഴ്ച എനിക്ക് നൈറ്റ് ആണ്, അപ്പൊ മോർണിംഗ് ഓഫ് ആയിക്കാരം. ഇന്ന് തൊട്ട് ഞാൻ നൈറ്റ് കയറാം. ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ മൺഡേ മുതൽ നമുക്ക് നോക്കാം എന്നാല്. ആ ഡേ ഓക്കെ. ഫുൾ ഓഫ് ആണ്. ഓ ഓക്കെ, ഇൻഷാല്ലാ. മഅസ്സലാമ ലില്ലിക. ആ മനസ്സിലാവും.